ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഇത് ചിക്കൻ കുരുമുളക് ഉപ്പും ഇട്ടിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ട് പൊടിച്ച് വെച്ചതാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഒരു 2 ഉരുളക്കിഴങ്ങ്, മുട്ടയുടെ വെള്ള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചതാണ്, അതൊരു സ്പൂൺ ഇടണം. ഇത് ബ്രെഡ് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായി, കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് ഉള്ളി ഇടുക. ഒരു വലിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ചിക്കൻ വേവിച്ച് പൊടിച്ച് വെച്ചതാണ്, ഒരു സ്പൂണ് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്ത ശേഷം മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിൽ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. ഇനി കുറച്ച് പൊട്ടറ്റോ, വേവിച്ച് വെച്ച പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കിട്ടുമല്ലോ, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മീനിൻ്റെ ഇതുപോലെ ഉണ്ടാക്കുക, ബീഫ് ഉണ്ടാക്കുക, ചിക്കൻ, ഇതെല്ലാം സെയിം മെത്തേഡാണ്. ബീഫും ഇതുപോലെ വേവിച്ചിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കാം. കുറച്ച് ബ്രെഡിൻ്റെ പൊടി, ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് അതൊന്ന് ചൂടാറട്ടെ. നമുക്കൊന്ന് ഉരുണ്ട പിടിച്ചിട്ട് ബാക്കി വേണ്ടത് ചെയ്യാം. ഉരുള എടുക്കുക. ഓവൽ ഷേപ്പിലാക്കുക. മുട്ടിയിൽ മുക്കുക. പിന്നെ ബ്രെഡിൽ മുക്കുക. ബ്രെഡിൽ മുക്കിയിട്ട് വയ്ക്കുക. മുട്ടയിൽ മുക്കുക. മുട്ടയിൽ വെള്ളക്കറിയിൽ മുക്കിയിട്ട് ഇത് പാൻ ചൂടായി, കുറച്ച് എണ്ണ ഒഴിക്കുക. ചൂടാവട്ടെ.
എണ്ണ ചൂടായി നമുക്കൊന്ന് വറക്കാനിടാം. ഇട്ടത് ഇളക്കാൻ പാടില്ല. ഒന്ന് നമ്മൾ നോക്കാം മറിച്ചിട്ട്. ഒരുപാട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇട്ടത് ഇളക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പൊടിയും. അപ്പോൾ നല്ല സ്ലോയിൽ മടക്കും. ആ സൈഡും ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരാം. അതായത് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി നമുക്ക് വറുത്ത് കോരാം. സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക്. ചിക്കൻ കട്ട്ലറ്റ് റെഡി.